നമ്മളിൽ ഒരുപാട് പേർക്ക് ഈ കാലിന് പ്രശ്നം വരാറുണ്ട്. അതായത് കാലിന് നീര് വരും, അല്ലെങ്കിൽ ഒരു പിഗ്മെന്റേഷൻ പോലെ കളറ് വ്യത്യാസം പോലെയൊക്കെ വരാറുണ്ട്, പെരുപ്പ് വരാറുണ്ട്. അപ്പം നമ്മളൊക്കെ വിചാരിക്കും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുന്നതിൻ്റെയൊക്കെയോ പ്രശ്നമാണ്. എവിടെയെങ്കിലും നമ്മൾ പോകും, ജസ്റ്റ് ഒരു മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നേരെയാവും, പക്ഷെ വീണ്ടും ഇത് വരാറുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്കാണോ പോകുന്നത്, അതോ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? നമ്മൾക്ക് ഒരുപാട് നേരം കാല് താത്തിട്ടിരുന്ന് നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രോപ്പറായിരിക്കണം. അപ്പോൾ ഒന്നാമത് ഗ്രാവിറ്റി കൊണ്ട് താഴേക്ക് കൂടുതൽ ബ്ലഡ് താഴേക്ക് പിടിക്കുകയും ചെയ്യും. അതിന് മേളിലേക്കുള്ള പമ്പിങ്ങിലേക്ക് ഫോഴ്സ് കുറയും. പ്രത്യേക അകത്തെ ഈ വെയിൻ്റെ പ്രഷറിൽ വേരിയേഷൻ വരും. അപ്പോൾ ഈ മസിൽ സ്ട്രെസ്സായിട്ടുള്ള മസിൽസിൽ തിരിച്ചേക്കുള്ള പ്രഷറിൽ വേരിയേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഈ വെരിക്കോസിറ്റിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ്, പ്രത്യേകിച്ച് പിത്തപ്രകൃതിയായിട്ടുള്ള ആൾക്കാർ, ശരീരം ചൂടുള്ളവർക്ക്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ വേരിയേഷൻ വരുമ്പം ഈ മസിലിന് രക്തത്തിൻ്റെ ഓട്ടം വ്യത്യാസം വരുമ്പോഴത്തേക്ക് സ്കിന്നിലേക്കുള്ള കളർ വ്യത്യാസം വരുമ്പം നമ്മൾ ശരിക്ക് ആ രക്തോട്ടം ശരിക്കും ഉണ്ടോ, നെർവിന് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ, അപ്പോൾ പെരുപ്പുണ്ടോ, അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് അണ്ടർലൈൻ കോസ് എന്താണെന്ന് പറയും. ചിലപ്പം ഡയബറ്റിക് ഉള്ളവർക്കാണെങ്കിൽ അത് വാസ്കുലോപ്പതി, ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. ചിലപ്പം ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാവാം, അതിൻ്റെ തുടക്കമായിരിക്കും. അപ്പം നമ്മൾ ഈ മസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു ബേസിക് ഒരു സർക്കുലേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഈ നമുക്ക് ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ്, സർക്കുലേഷന് മസാജൊക്കെ ചെയ്യുന്നത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അല്ലാത്ത കോസസ് ആണെങ്കിൽ അണ്ടർലൈൻ കോസ് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് പോലും വരും. അപ്പോൾ ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ള ഒരു ആളിന് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗർ ചെയ്ത് വിടുകയാണെങ്കിൽ അത് കോംപ്ലിക്കേഷനിലേക്ക് വരും. അതേമാതിരി തന്നെ പ്ലാന്റാർ ഫേഷ്യ, പാദത്തിൻ്റെ അടിയിലുള്ള ആ ഫേഷ്യയ്ക്ക് ടൈറ്റ് ആവാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ പെരുപ്പ്, ചിലവർക്ക് ചെറിയ പുകച്ചിൽ, ഡയബറ്റിക് ഉള്ളവർക്ക് വളരെ കൂടുതലാണ്. കാര്യം പെരിഫറൽ നെർവ്സ്, ഈ അറ്റത്തുള്ള നെർവ്സിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ പ്രോബ്ലം വരും. അപ്പോൾ ഈ പുകച്ചിൽ വരും, നമ്മാവും കാല്. അപ്പോൾ ഇതൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളല്ല, അത് വലിയ പ്രോബ്ലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കതൊക്കെ എല്ലാം റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഡോക്ടർ, നമുക്ക് ഇവിടെ അതിനൊരു എന്താ പറയണ്ടത്, ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ലേ? പോഡോ സ്കാൻ മെഷീൻ. ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ കാലിന്റെ കറക്റ്റ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് പ്രൈസ് ഒക്കെ കുറച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്ന്, അത് ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെട്ടു കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നത്, അത് കുറച്ചും കൂടി ഒന്ന് നീട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അല്ലേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന്. പോഡോ സ്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ഇത്തരം കണ്ടീഷൻസ് കണ്ടുപിടിക്കാൻ എന്ത് കോസസ് ആണ്, അത് വാസ്കുലർ പ്രോബ്ലം, ബ്ലഡ് സർക്കുലേഷൻ്റെ ആണോ, അതോ ഈ നെർവ്സിനുണ്ടാകുന്ന പ്രോബ്ലമാണോ, എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് കാലിന് പെരുപ്പെന്ന് പറഞ്ഞു വരും. നമ്മളെങ്ങനെ അനലൈസ് ചെയ്യും, അതിൻ്റെ സ്കോർ എന്താണ്, നമ്മളത് മൈൽഡാണോ അതോ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണോ, വളരെ കൂടുതലാണോ, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ സർക്കുലേഷൻ, അതിൻ്റെ പ്രഷർ വേരിയേഷൻസ്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പം നെർവ് സപ്ലൈയുടെ കണ്ടക്ഷൻ നമ്മൾ സ്കോർ ചെയ്യാം, പ്രഷർ ചെക്ക് ചെയ്യാം. പിന്നെ പോഡോ സ്കാൻ, നമ്മുടെ പാദത്തിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ടാണോ. ചിലപ്പോൾ ഒരു ഭാഗമായിരിക്കും കൂടുതൽ പ്രഷർ ഇരിക്കുന്നെങ്കിൽ ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യന് ഫുഡ് അൾസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഏർലി റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ അൾസേഴ്സ് വരാതെ നമുക്കത് രക്ഷിക്കാം. ഫേഷ്യേറ്റീസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാം. ഓർത്തോട്ടിക് കറക്ഷൻസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എത്രയാണ് അതിൻ്റെ ആംഗിള്, അത് മീഡിയൽ ഇൻക്ലിനേഷൻ ആണോ ലാറ്ററലാണോ പാദം, ചിലവരുടെ പാദം അകത്തേക്കിരിക്കും, ചിലവരുടെ പുറത്തേക്കിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആംഗിളിനുണ്ടാകുന്ന റിക്കറൻറ്റ് സ്വെല്ലിങ്സ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. ഡയബറ്റിക് പേഷ്യൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേമാതിരി സ്ക്രീനിങ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പേഷ്യൻസ്, അത് ഫിജേറിയ തൊട്ട് പേഷ്യൻസ് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ പോഡോ സ്കാൻ മെഷീൻ അത് വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ അതിന് സാധാരണഗതിയിൽ 300 ദിറംസ് 400 ദിറംസ് ഒക്കെയാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പക്ഷേ ഇപ്പോൾ ഈ ഇതിനോടനുബന്ധിച്ചിട്ട് പകുതി ആക്കിയിട്ടുണ്ട്. അതായത് 150 ദിറംസിന് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ഈ പോഡോ സ്കാൻ മെഷീനിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഡോക്ടർ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്ത് അതിന് വേണ്ടുന്ന കംപ്ലീറ്റ് റിക്കവറി മെത്തേഡ്സും നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കോംപ്രിഹെൻസീവ് ബ്ലഡ് ടെസ്റ്റും ഉണ്ടാവും. അതിനും ഒരു നല്ലൊരു പ്രൈസ് റിഡക്ഷൻ ഉണ്ട്. ഡോക്ടർ, ഈ കോംപ്രിഹെൻസീവ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് ആണ് നമ്മൾ അറിയേണ്ടത്. നമുക്ക് മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ നമ്മുടെ ശരീരത്തിന് എത്ര ഊർജം
നമുക്ക് ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബേസിക് മെറ്റബോളിക് റേറ്റ്. ഇപ്പോൾ ഇത് അസസ് ചെയ്തിട്ടാണ് നമ്മൾ പല രോഗങ്ങളും കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഊർജ്ജത്തിൻ്റെ അളവ് എടുക്കുന്നത് കൂടുതലാണോ കുറവാണോ അതറിയണം. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ പല മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടോ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, ഏർലി ഡയബറ്റിക് ആണോ, ഡയബറ്റിക് കൺട്രോൾ അല്ലേ, അതിൻ്റെ എന്താണ് അതർ കോസസ്, പിന്നെ തൈറോയിഡ്, ഇതെല്ലാം കൂടെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. കൂടാതെ നമ്മുടെ ജീർണിക്കുന്ന അവസ്ഥയും അറിയാൻ പറ്റും. നമ്മുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ആഹാരവും നമ്മുടെ ശരീരത്തിൽ നന്നായി ദഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും വിഷാംശം ഉണ്ടാകുന്നോ, അതോ ആയുർവേദത്തിൽ ആമോ എന്ന് പറയുന്ന അവസ്ഥ, അത് അനലൈസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് ബേസിക് മെറ്റബോളിക് പാനലിംഗ്. അപ്പോൾ അത് ചെക്ക് ചെയ്യും. അപ്പോൾ അത് വളരെ വേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വാസ്കുലർ പ്രോബ്ലംസ്, ബ്ലഡ്സ് റിലേറ്റഡ് ആയിട്ട് സർക്കുലേഷൻ ഉണ്ടാകുന്ന പ്രോബ്ലംസിൽ മെറ്റബോളിക് അസസ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു കോസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വേണം ഇതെല്ലാം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഡോക്ടറെ അറിയാം. നിങ്ങൾ വന്ന് ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ സത്യയാണ്, ധന്വന്തരി ആയുർവേദിക്കിലാണ്. ഇത് ബർദുബായിലാണ്. ബർദുബായിൽ അലൈൻ സെൻറ്ററിൽ 2nd ഫ്ലോറിലാണ്. അപ്പോൾ ഡോക്ടറെ വന്ന് കണ്ടാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ ഇത്രയും ദിവസത്തേക്ക് ഡോക്ടറെ വന്ന് നിങ്ങൾക്ക് കാണാൻ ഡോക്ടറുടെ കൺസൾട്ടേഷനും ഫ്രീ ആയിരിക്കും.